ഹായ് ഹലോ നമസ്കാരം. കോറൽ ഡ്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എനിക്ക് തോന്നുന്നു കോറൽ ഡ്രോയുടെ 5ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഞാൻ കോറൽ ഡ്രോയിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണ്ട് അതായത് ബേസിക് തുടങ്ങി എന്ത് ചെയ്യുക, നിങ്ങൾ കാണാൻ നോക്കുക. എന്നാലാണ് നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അതായത് ടൂൾസ് മുതൽ പേജിൻ്റെ കാര്യം മുതൽ കോറൽ ഡ്രോ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ എന്നതിനെ പറ്റിയുള്ള കുറേ വീഡിയോസ് ഞാൻ ഈ ഒരു ചാനലിൽ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലോഗോസുകളാണ് കേട്ടോ. എങ്ങനെയാണ് കോറൽ ഡ്രോയിൽ സിമ്പിൾ ആയിട്ടുള്ള ലോഗോസുകൾ, അതായത് ക്രോം, BMW, അഡിഡാസ് ഇങ്ങനത്തെ ബ്രാൻഡായിട്ടുള്ള, അതായത് ഇപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ലോഗോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ക്രോമിൻ്റെയും BMWൻ്റെയും അഡിഡാസിൻ്റെയൊക്കെ ലോഗോസുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇത് എങ്ങനെ കോറൽ ഡ്രോയിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യുന്നത് BMWൻ്റെ ലോഗോയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ജസ്റ്റ് ഒന്ന് ഇമാജിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ BMWൻ്റെ ലോഗോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി. എനിക്കിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റ് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. സിമ്പിളായിട്ടൊരു ഒബ്ജക്റ്റ് വരച്ചു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ജസ്റ്റ് അതിൻ്റെ കോപ്പി എടുക്കാണ്. Ctrl+C+V അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി എടുക്കാം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. ഈ ഒരു ഒബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ വരയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ സിമ്പിളായിട്ട് ഇവിടെ നിന്ന് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് വെക്കണ്ട. ഇതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലൈൻമെൻറ്റ് ഒരിക്കലും കറക്റ്റ് ആവില്ല കേട്ടോ. ചിലപ്പോൾ ഇവിടെ ഏറ്റക്കുറച്ചിലുണ്ടാവും. ഒരു ഒബ്ജക്റ്റ് വലുതും ഒരു ഒബ്ജക്റ്റ് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം സെലക്ട് ചെയ്യാം. രണ്ട് ഒബ്ജക്റ്റും സെലക്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും ഒബ്ജക്റ്റുകളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതായത് ഇപ്പം ഇതിങ്ങനത്തെ ഒബ്ജക്റ്റുകളൊന്നും ഇവിടെ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇതും കണ്ടോ, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെച്ച് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇല്ലാത്തത് കാരണം ചുമ്മാ ഡ്രാഗ് ചെയ്ത് എടുത്തുള്ളൂ. കീബോർഡിൽ C-യും E-യും അടിക്കുക. സെൻറ്ററിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം CNTER ആണല്ലോ സെൻറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്ററിൻ്റെ രണ്ടക്ഷരം, അതായത് ആദ്യത്തെ രണ്ടക്ഷരം അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒബ്ജക്റ്റ് എന്തായിക്കോളും, കറക്റ്റ് ആ സെൻറ്ററിൽ കയറിക്കോളും. സെലക്ട് ചെയ്യാം, C-യും E-യും അടിക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, രണ്ടും കൂടെ C-യും E-യും അടിച്ചു സെൻറ്റർ ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു ഒബ്ജക്റ്റിന് ഞാൻ ഒരു ഗ്രേഡിയൻ്റാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ബ്ലാക്കും വൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ആദ്യം തന്നെ BMWൻ്റെ ലോഗോ. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫൗണ്ടൈൻ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഫോട്ടോഷോപ്പിലേക്ക് ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഫൗണ്ടൈൻ ഫിൽ ഓൾറെഡി ഞാൻ ഗ്രേഡിയൻ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കളറുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഇവിടെ നിന്ന് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ തന്നെ എന്ത് ചെയ്തു, ഒരു ഹാഷ് പോലത്തെ ഒരു കളർ ഞാൻ എന്ത് ചെയ്യേണ്ടത് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഏകദേശം ഇത് ഇങ്ങനത്തെ ഒരു കളർ. ഓക്കെ, ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്തപ്പോൾ കണ്ടോ, രണ്ട് ഒബ്ജക്റ്റിലും എന്തായി, ഇങ്ങനത്തെ ഒരു കളർ വന്നു അല്ലേ. ഓക്കെ, എനിക്കിപ്പോൾ നമുക്കിത് ഇവിടെ ഈ ഒരു കളർ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് ഒരു വൈറ്റ് മതി. ഓക്കെ, രണ്ടാമത്തെ ഒബ്ജക്റ്റിന് വൈറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു മോഡൽ എന്തായി ഇവിടെ സെറ്റ് ആയി. ഇവിടെ നിന്ന് ഔട്ട്ലൈൻ കൊടുക്കല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇവിടെ ഔട്ട്ലൈൻ നന്നാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു മോഡൽ പോലെ നമുക്ക് ഇവിടെ നിന്ന് സെറ്റായി കിട്ടി. ഇനി കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ മൗസ് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. സ്ക്രോൾ അല്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ആ 4 ഷെയ്ഡുകൾ വരയ്ക്കണം. അതായത് 2 ബ്ലൂവും 2 വൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റുകൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ലൈൻ, അതായത് 2 ലൈൻ പോയിന്റ് എടുത്തിട്ട് ഇത് ഇവിടെ കണ്ടോ, ക്വാഡ്രന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, ക്വാഡ്രാന്റ്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് 2 ലൈൻ പോയിന്റ് എടുത്തിട്ട് ക്വാഡ്രാന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. എഡ്ജ് അല്ല, ക്വാഡ്രാന്റ്. ഓക്കെ, ക്വാഡ്രാന്റ്. ഓക്കെ, ഇതിൽ വന്നിട്ട് ഞാൻ കണ്ടോ, ഇത് ഇവിടെ നിന്ന് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ചുമ്മാ സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, Ctrl+C+V അടിച്ച് എന്ത് ചെയ്തു, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിം കളർ, സെയിം ഒബ്ജക്റ്റ്, സെയിം ലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, സെയിം വലുപ്പം കാരണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കോപ്പി എടുത്ത ഒബ്ജക്റ്റിന് ഞാൻ ജസ്റ്റ് ഒന്ന് 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്തിട്ട് എൻ്റർ അടിക്കുകയാണ്. അപ്പോൾ എന്തായി, 2 ഒബ്ജക്റ്റ് എന്തായി ഇവിടെ ഉണ്ടോ. ഏതായത് ഈ ലൈൻ്റെ കോപ്പി 90 ഡിഗ്രി റൊട്ടേറ്റിൽ എന്തായി ഇവിടെ കോപ്പി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എവിടെയും ബ്ലൂ കൊടുക്കാം, ഇവിടെ എവിടെയും വൈറ്റ് തന്നെ നടത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പണ്ട് പറഞ്ഞു കൊടുക്കുന്നത്, അതായത് ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു കളർ പോലെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, നമുക്കിത് ഇവിടുന്ന് സ്മാർട്ട് ഫില്ല് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊണ്ടോ,
ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ കളർ നമുക്ക് വേണ്ട കൂടെ ഒന്ന് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു തൽക്കാലം ഒരു ബ്ലൂ കൊടുത്ത് നോക്കാം. ഓക്കെ, ബ്ലൂ കൊടുത്തു. അപ്പോൾ ഈ ഒരു കളർ ഏകദേശം സെയിം ആണ്. ഓക്കെ, ഞാൻ ഇവിടെയും ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങളൊരു ബ്ലൂ കൊടുത്തേക്കാൾ ഞാൻ ഒരു കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ളൊരു പേടിച്ചിട്ട് ഞാൻ ഒരു കളർ ഇവിടെ കൊടുക്കാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കണ്ടോ, നമുക്ക് ഈ ഒബ്ജക്റ്റുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യാം. കണ്ടോ, ഇത് ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ മൂവ് ചെയ്ത് മാറ്റാം. ഇങ്ങനെ കണ്ടോ, അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണേ. ഇപ്പോൾ സ്മാർട്ട് ഫീൽഡ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മാർട്ട് ഫീൽഡ് കൊടുത്തിട്ട് ഒരു വൈറ്റ് തന്നെ കൊടുക്കണം. എന്നാലാണ് ഒബ്ജക്റ്റുകളും കൂടി നീങ്ങുള്ളൂ, അല്ലെങ്കിൽ നീങ്ങൂല. ഓക്കെ, സെയിം ഒബ്ജക്റ്റ് കാരണം നീങ്ങില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്മാർട്ട് ഫീൽഡ് ചെയ്തു, സെയിം കളർ തന്നെ വൈറ്റ് തന്നെ കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാത്തിനും ഔട്ട്ലൈൻ വേണ്ട, ഒന്നിനും ഔട്ട്ലൈൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എല്ലാത്തിനും ഒരുമിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ 4 ഒബ്ജക്റ്റ് ഉള്ളൂ എന്ന് കൊടുത്തിട്ട് ഞാൻ ചുമ്മാ കൊടുക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഇങ്ങനെ കൊടുക്കണം. നമുക്ക് എന്ത് ഇവിടെ നിന്ന് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് നീക്കി വെക്കണമെങ്കിൽ കണ്ടോ, നമുക്ക് ഇവിടെ ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ നീക്കി വെക്കാം. അടിയിൽ ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിങ്ങനെ നീക്കി വെക്കാം. ഓക്കെ, ഞാനപ്പോൾ ഓക്കെ സൂം ചെയ്തു. ഞാൻ ഇവിടെയും ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്, അതിലും ഔട്ട്ലൈൻ വേണ്ട. നമുക്ക് മൊത്തത്തിലും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒറ്റയടിക്ക് ഔട്ട്ലൈൻ നൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇവിടെ നൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഔട്ട്ലൈൻ കണ്ടോ ഇവിടെ ഉണ്ടാവില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്തുകൊണ്ടുപോയി ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, അതിപ്പോൾ ഏകദേശം ഇത് ഇവിടെ നിന്ന് കൂട്ടിമുട്ടാവുന്ന രീതിയിൽ കണ്ടോ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു കണ്ടോ, ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, കൂട്ടിമുട്ടാവുന്ന രീതിയിൽ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് കണ്ടോ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ലോഗോ പോലെ എന്തായി നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് ആ BMW എന്ത് ചെയ്യണം, ഇവിടെ ഒരു കർവായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ബോൾഡ് ആക്കുന്നില്ല. ഓക്കെ, സൈസ് ഒരു 72 കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് BMW ആദ്യം ടൈപ്പ് ചെയ്യാം. ഫോണ്ട് തന്നെ മതി. ഓക്കെ, ഇവിടുന്ന് നമുക്ക് തൽക്കാലം വേറൊരു കളർ കൊടുക്കാം കേട്ടോ. ബ്ലൂ തന്നെയാണ് 2 സൈഡിലും തന്നെ, പേടിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ കർവായിട്ട് ഇവിടെ കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നിന്ന് 100 വേണ്ട കേട്ടോ, കൊടുത്ത് 10 പോയി, ഒരു 75 അത്രയൊക്കെ മതി. ഓക്കെ, ഞാൻ ഒബ്ജക്റ്റിൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, ടെക്സ്റ്റ് മെനുവാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ നമുക്കിത് ഇവിടെ നിന്ന് ഇത് കണ്ടോ ഫിറ്റ് ടെക്സ്റ്റ് ടു പാത്ത് കണ്ടോ, ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇത് കണ്ടോ ഈ രീതിയിൽ എന്താവും ഇവിടെ സെറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അതിനോട് ചേർത്ത് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, BMW ലോഗോ എന്ത് ചെയ്യാം, നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, വൈറ്റ് ആക്കിയിട്ട് എന്തായാലും മതി, സെറ്റ് ചെയ്താൽ മതി. ഇനിയും ഇവിടുന്ന് സ്പേസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ബോൾഡ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോൾഡ് ആക്കി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ നീക്കി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യുന്നത് ക്രോമിൻ്റെ ഒരു സിമ്പിളാണ്. ഓക്കെ, ക്രോമ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇവിടുന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ 2 ഒബ്ജക്റ്റ് വേണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വരച്ചു, Ctrl+C+V അടിച്ചിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കോപ്പി എടുത്തു. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്തു. C+V അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇതിനെ അലൈൻ ചെയ്ത് സെൻറ്റർ ആക്കി. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഫൗണ്ടൻ ഫിൽ, അതായത് ബ്ലൂവും ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടൻ ഫിൽ. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് ബ്ലൂ പോലെ കൊടുക്കാം. ഏകദേശം ഒരു ബ്ലൂ, ഇതിങ്ങനത്തെ ഒരു ബ്ലൂ കൊടുത്തു. ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറ്റി വൈറ്റ് തന്നെ കൊടുക്കാണ്. ഞാൻ വൈറ്റ് കൊടുക്കില്ല, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആട്ടോ കൊടുക്കുന്നത്. ഓക്കെ, ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കൊടുത്തു. ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യണേ, ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ, ഇങ്ങനത്തെ ഒരു ബ്ലൂ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ബ്ലൂ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ ഒരു കളറല്ല, നിങ്ങൾ ചെയ്യണ സമയത്ത് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ഒരു കളർ കൊടുത്തേക്കാം. സെയിം ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് പേടിയാണ്, കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളൊരു പേടി. ഓക്കെ, അപ്പം ഞാൻ സെയിം ആയിട്ടുള്ള കളർ കൊടുക്കാത്തത് അതാട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ വേറൊരു കളർ കൊടുത്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാൻ ഓക്കെ പ്രസ് ചെയ്തു. അത് കണ്ടോ അവിടെ ഒബ്ജക്റ്റ് വന്നു. ഇതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് വേണ്ട. ഓക്കെ, ഔട്ട്ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ചെയ്തു.
ഓക്കെ സോറി ഔട്ട്ലൈൻ വേണം കേട്ടോ. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലാസ്റ്റ് ഔട്ട്ലൈൻ നൺ ചെയ്യാം. ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഔട്ട്ലൈൻ നൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് ഈ ഔട്ട്ലൈൻ കാണാൻ പറ്റില്ല. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ ഇനി ശ്രദ്ധിച്ചിരിക്കുക. 2 ലൈൻ പോയിന്റ് എടുക്കുക. ഫസ്റ്റ് പോയിന്റ് കണ്ട ഇവിടെ നിന്ന് ഇതെല്ലാം എഡ്ജ് ആണ്. ഓക്കെ അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ക്വാഡ്രാന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പറഞ്ഞല്ലോ. ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഇത് ഇങ്ങനെ കാണണ്ടോ, ഇത് ഇവിടെ നിന്ന് ടാൻജന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഓക്കെ അതായത് മൗസ് പോയിന്റ്, അതായത് ഇപ്പോൾ ഈ 2 ലൈൻ പോയിന്റ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ക്വാഡ്രാന്റിൽ നിന്ന് അല്ലെങ്കിൽ എഡ്ജിൽ നിന്ന് എടുത്താലും കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ടാൻജന്റ് കറക്റ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി. ഓക്കെ അതിങ്ങനെയാവാം കേട്ടോ. ഈ ക്വാഡ്രാന്റിൽ നിന്നും ആവാം കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വന്ന സമയത്ത് ഇതിങ്ങനെ ഈ എഡ്ജിലേക്ക് വരാൻ പാടില്ല. ഈ എഡ്ജിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ഈ വരയിലേക്ക് മുട്ടിക്കുന്ന സമയത്ത് കണ്ടോ, എവിടെയെങ്കിലും ഒരു പോയിന്റിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ ഇവിടെ ടാൻജന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഓക്കെ അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക, മൗസ് പോയിന്റ് വിടാം. ഓക്കെ വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് 2 ലൈൻ പോയിന്റ് എടുക്കാം. ഏകദേശം അടുത്തത് വന്നത് ഏകദേശം ഇത് ഇവിടെ നിന്ന് ഈ ഒരു ക്വാഡ്രാന്റിൽ നിന്ന്. അപ്പം ഞാനിപ്പോൾ ക്വാഡ്രാന്റ് നോക്കി അല്ലെങ്കിൽ എഡ്ജ് നോക്കി എടുത്താലും മതി എന്ന് ഞാൻ പറയും. ഓക്കെ അപ്പോൾ എഡ്ജ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഓക്കെ ഈ ഒരു എഡ്ജിൽ നിന്നും എന്ത് ചെയ്യാം, ഈ ഒരു ടാൻജന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് വന്നത് ഇവിടെ നിന്നാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഇങ്ങോട്ടും കണ്ടോ ടാൻജന്റ് വന്നു. അപ്പോൾ ഏകദേശം ഫസ്റ്റ് കളറിൻ്റെ ഇത് എന്തായി, ഓക്കെ. വീണ്ടും ഈ ഒരു ഏകദേശം ഈ ഒരു എഡ്ജിൽ നിന്നും ഇവിടെ നിന്ന് ടാൻജന്റിലേക്ക് ഈ ഒരു ടാൻജന്റ്. അപ്പോൾ ഇത് കണ്ടോ കറക്റ്റ് ആ ഒരു ടാൻജന്റ് ചെയ്ത സമയത്ത് നോക്കി ഏകദേശം നമുക്ക് എന്തായി സംഭവം ഓക്കെ. ഓക്കെ ഞാനിപ്പോൾ ഒന്നുകൂടിയും പറയാം. 2 ലൈൻ പോയിന്റ് എടുത്തു. എഡ്ജിൽ നിന്നും, അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് പോയിന്റ് വേണ്ടത് ഏകദേശം ഇത് ഇവിടെ നിന്നാണ്. ഓക്കെ അപ്പോൾ ആ ഒരു എഡ്ജിൽ നിന്നും ഈ ഒരു എഡ്ജിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ ടാൻജന്റ് എന്നും ഈ ഒരു ഓപ്ഷൻ വരും. ഓക്കെ അപ്പോൾ അത് കണ്ടോ അങ്ങനെ വരും. ഓക്കെ അത് മൗസ് പോയിന്റ് ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് ടാൻജന്റ് ഓട്ടോമാറ്റിക്കലി കയറി വരും. ഓക്കെ അപ്പോൾ അങ്ങനെ കൊടുത്തു. അടുത്തൊരു പോയിന്റ് എവിടെ നിന്നാണ് വേണ്ടതെന്ന് നോക്കിയാൽ അടുത്തൊരു പോയിന്റ് വേണ്ടത് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഒരു ടാൻജന്റ് വന്നു. ഓക്കെ അടുത്തൊരു പോയിന്റ് വേണ്ടത് ഇവിടെ നിന്ന് ഈ ഒരു എഡ്ജിൽ നിന്നും ഈ ഒരു മൂലയിൽ നിന്നും ഇത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ടാൻജന്റ് കൊടുത്തു. അപ്പോൾ ഏകദേശം ക്രോമിൻ്റെ ഏകദേശം ഒരു മോഡൽ എന്തായി നമുക്ക് ഇവിടെ നിന്ന് സെറ്റ്. ഓക്കെ ഇനി നമുക്ക് ഓരോന്നിനും ഒരേ കളർ കൊടുക്കാനുള്ളൂ. ഓക്കെ അപ്പോൾ അതിന് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ സ്മാർട്ട് ഫില്ല് കൊടുക്കാം. ഞാനിപ്പോൾ ഈ സ്മാർട്ട് ഫില്ല് കൊടുത്തില്ലെങ്കിൽ എന്താ ഇഷ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഒബ്ജക്റ്റ് മൊത്തത്തിൽ ആ സെറ്റ് ആവാം. ഓക്കെ ഞാനിപ്പോൾ ഒരു കളർ കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്താവും കണ്ടോ മൊത്തത്തിൽ കളർ മാറിപ്പോകും. ഓക്കെ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കി ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്മാർട്ട് ഫിൽ എന്തെങ്കിലും ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്തു ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവാട്ടോ. എന്നിട്ട് ഇവിടെ ചുമ്മാ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇവിടുന്ന് റെഡ് ആക്കാം, ഒരു റെഡ് ആക്കി. ഓക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, അവിടെ ഒരു ഗ്രീൻ ആക്കാം. ഓക്കെ ഞാൻ ഇവിടെ നിന്ന് എന്തായി ഒരു ഗ്രീൻ ആക്കി. ഓക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു ബ്ലൂ ആക്കി കൊടുത്തേക്കാം. ഓക്കെ അപ്പം ഞാനിപ്പോൾ തൽക്കാലം അവിടെ ബ്ലൂ ആക്കൂല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്കിപീഡിയ. ഓക്കെ വീണ്ടും ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒരു ഓറഞ്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ ഓറഞ്ച് കൊടുക്കുന്ന സ്മാർട്ട് ഫിൽ എടുത്തിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നിട്ട് വന്നിട്ട് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് സ്മാർട്ട് ഫില്ല് തന്നെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു ഓറഞ്ച് ആക്കി. ഓക്കെ അപ്പോൾ അത് കണ്ടോ ഏകദേശം ആ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്തായി നമുക്ക് ഇവിടുന്ന് കിട്ടി. ഓക്കെ ഇനി ചെയ്യാവുന്ന കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു. ഓക്കെ ഇതിൻ്റെ അല്ല സ്മാർട്ട് ഫീൽഡ് എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുകയാണേ. എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ കൂട്ടി കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഔട്ട്ലൈൻ കൂട്ടാട്ടോ. അത് ഞാൻ മുന്നത്തെ ക്ലാസ്സിലെല്ലാം ഞാൻ പറഞ്ഞതാണ്. ഓക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനൊരു ഔട്ട്ലൈൻ. ഓക്കെ അപ്പോൾ ആ ഒരു ക്രോമിൻ്റെ ആ ഒരു സ്ട്രോക്ക് ഉണ്ടല്ലോ അതാട്ടോ ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇതിന് ഒരു കളർ കൊടുത്തു. ഓക്കെ ബസ്. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തം സെലക്ട് ചെയ്യാം. ഔട്ട്ലൈൻ രണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് മൊത്തം സെലക്ട് ചെയ്ത് ഔട്ട്ലൈൻ രണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താവും, എല്ലാ ഒബ്ജക്റ്റും ഇതായി പോകും. അപ്പം ഞാനിപ്പോൾ ഓരോന്നിലും വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കൊടുക്കണം. ഓക്കെ ഞാൻ ഇവിടെ ഞാൻ കൊടുത്തു, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കൊടുത്തു. അത് കണ്ടോ ഏകദേശം ഒരു ക്രോമിൻ്റെ ഒരു സിമ്പിൾ എന്തായി ഇവിടെ ജനറേറ്റ് ആയി. ഓക്കെ അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് മഞ്ഞ കൊടുത്ത് കാണിക്കാം. എനിക്കത് എന്താ ഒരു ഇഷ്യൂ വരുന്നുള്ളൊരു പേടി കണ്ടോ, ഞാൻ കൊടുക്കണമെങ്കിൽ കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഇത്ര ഒരു മഞ്ഞ കൊടുക്കാം. ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ഒരു ക്രോമിൻ്റെ സിമ്പിൾ എന്തായി അവിടെ ജനറേറ്റ് ആയി.
ഇവിടെ ബ്ലൂ അല്ലാട്ടോ കൊടുക്കണ്ടേ, ഇവിടെ ഗ്രേഡിയൻ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫൗണ്ടൈൻ ഫില്ലിലേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തോളണം, ഈ ഒരു കളർ എന്ത് ചെയ്തോളണം, സെറ്റ് ചെയ്ത് കൊടുത്തോളണം. ഓക്കെ, ഇങ്ങനത്തെ ഒരു കളർ വേണം കൊടുക്കാനായിട്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫൗണ്ടൈൻ ഫില്ലിനെ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് എന്തായി, ഒരു ക്രോമിൻ്റെ സിമ്പിളും എന്തായി നമുക്ക് ഇവിടെ നിന്ന് സെറ്റായി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു അഡിഡാസിൻ്റെ സിമ്പിൾ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് അഡിഡാസിൻ്റെ സിമ്പിൾ ചെയ്യാനായിട്ടും എന്താണ്, ഈസിയാണ്, വളരെയധികം ഈസിയാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഒരു എലിപ്സ് എടുത്തിട്ട് ഞാനിപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് വരയ്ക്കേണ്ടത്. ഓക്കെ, കോപ്പി എടുക്കാം, കൺട്രോൾ സിയും ചെയ്യും. ഓക്കെ, നമുക്കിത് ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് കിട്ടി. എനിക്കിപ്പോൾ ഈ ഒരു സെൻട്രലിൽ ഇരിക്കുന്ന ഈ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇതും. ഓക്കെ, അത് മാത്രം മതി. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് വെർച്വൽ സെഗ്മെന്റ് എടുത്തിട്ട് വേണം ഇങ്ങനെ ക്ലിക്ക് ചെയ്തെടുക്കാം. അതും അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് മേളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ വേൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. സോറി, വേൾഡ് അല്ല, ഡ്രിം. സോറി, വേൾഡ് അല്ല, ഡ്രിം ആണ് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കിത് ഇവിടെ സോറി, ഇന്റർസെക്റ്റ് കേട്ടോ. ഓക്കെ, ഇത് നീക്കി വെച്ച് ഡിലീറ്റ് ചെയ്തു. ഡ്രിം അല്ല, ഇന്റർസെക്റ്റ് ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെയും ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് കിട്ടി കേട്ടോ. ഞാൻ ഒന്നുകൂടി കാണിക്കാം. എന്ത് ചെയ്തു, നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇതിങ്ങനെ കൺട്രോൾ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് വരച്ചു. ഓക്കെ, കൺട്രോൾ സിയും വി അടിച്ച് ഇതിനെ സെറ്റാക്കി ഇവിടെ നീക്കി വെച്ചു. മൊത്തം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുന്നതെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നമുക്കിത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ വെർച്വൽ സെഗ്മെന്റ് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാന്ന് പറയും. അതുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ നിർത്തിയിട്ട് കൺട്രോൾ സെറ്റ് ബാക്കിലേക്ക് വന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇന്റർസെക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. ഡ്രിം ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഡ്രിം ആയി പോകുള്ളേ. നമുക്ക് വേണ്ടത് എന്താണ്, ഇന്റർസെക്റ്റ് ആണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് കിട്ടി. ഇനി നമുക്ക് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞായിട്ടാണ് വേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പോയിന്റിൽ കണ്ടോ, ഈ സെൻറ്റർ പോയിന്റ് കണ്ടോ, ഈ സെൻറ്റർ പോയിന്റിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയി ഓക്കെ അടിയിലേക്ക് വെച്ചു. അപ്പോൾ നമുക്ക് എന്താവും, ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് എന്താവും, ഈ ഒബ്ജക്റ്റ് എന്താവും, റൊട്ടേറ്റ് ആവും. മനസ്സിലായോ? ഡൗട്ട് ഇല്ലയെന്ന് വിചാരിക്കുകയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ കൺട്രോൾ സിയും വി അടിച്ച് എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റിൻ്റെ കോപ്പി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അതിന് നമുക്കിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നീക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെൻറ്റർ ചെയ്തിട്ട് കണ്ടോ, ഇതിന് ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടി നീക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം, ഇത്ര വേണ്ട. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ചെറുതാക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇത്രയും വേണ്ട, ഏകദേശം ഇത്ര മതി. ഓക്കെ, ഇത് മതി. അപ്പോൾ മാറിപ്പോയി. ഓക്കെ, നോക്കട്ടെ. ഇനി കൺട്രോൾ സി അടിക്കാം, വി അടിക്കാം, എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നീക്കി വയ്ക്കാം നമുക്ക് ഈ ഒബ്ജക്റ്റിനെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ, ഈ രീതിയിൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്തു. ഇനി നമുക്ക് കോപ്പി എടുക്കാമല്ലോ. കൺട്രോൾ സി, കൺട്രോൾ വി. നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫ്ലിപ്പ് വെർട്ടിക്കൽ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഇത് ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് ഇത് കിട്ടി. നമുക്കിത് ഇവിടുന്ന് റൂളറിലേക്ക് വന്നിട്ട് നമുക്ക് കണ്ടോ, ഇതൊക്കെ നമുക്ക് കറക്റ്റ് നോഡിലേക്ക് എന്ത് ചെയ്യണം, ഇതിനെ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്തു ഞാനൊരു നോഡിലേക്ക് കൊണ്ടുവന്നു വെച്ചു, കറക്റ്റ് ഒരു ഇതിൽ കിട്ടാൻ വേണ്ടി. ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഇതിലേക്ക് ഞാൻ ഇറക്കി വെച്ചു. അത് കണ്ടോ, കറക്റ്റ് ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടി. ഇതിന് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിൽ മേലേക്ക് തന്നെ വിടാം. ഓക്കെ, അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും മതി. ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കളർ കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് തൽക്കാലം ഒരു അവിടെ ബ്ലാക്ക് ആണ് തോന്നുന്നു, ബ്ലാക്ക് അല്ലേ. ഓക്കെ, ഇവിടെ തൽക്കാലം ഇവിടെ നിന്ന് ഒരു ബ്ലൂ കൊടുക്കാം, ബ്ലൂ അങ്ങനെ ഇതിലും കൊടുക്കാം. ഓക്കെ, പ്രസ് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ഇവിടെ സെയിം കളർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ
ഐ ഡ്രോപ്പർ യൂസ് ചെയ്താൽ മതി, അറിയാം എന്ന് വിചാരിക്കുകയാണ്. ക്ലിക്ക് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു, വീണ്ടും ക്ലിക്ക് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്തു, ഇവിടെ വന്ന് ഐ ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് സിംഗിൾ തന്നെ. ഓക്കെ, അതുമില്ലെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്താലും മതി. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഡ്രോപ്പർ സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്തു ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഔട്ട്ലൈൻ വേണ്ട, മൊത്തം സെലക്ട് ചെയ്തു, ഔട്ട്ലൈൻ എന്ത് ചെയ്യാം, ആക്കി. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് ഇത്ര വേണ്ട, ഒരു 0 തന്നെ കൊടുത്താൽ മതി. ഓക്കെ, എന്നാലാണ് അത് കറക്റ്റായിട്ട് കിട്ടും. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ 3 വരകളാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വര പോലെ വരയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ്, ഞാനിപ്പോൾ ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് കൊടുത്തു, ബ്ലാക്ക് വേണ്ട, ഒരു വേറെ എന്തെങ്കിലും ഒരു കളർ വൈറ്റ് തന്നെ കൊടുക്കാം. വൈറ്റ് കൊടുത്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, കറക്റ്റ് ഒരു ഇതായിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് ആ ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഫീൽ ചെയ്യില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ എന്താണ്, വൈറ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിവിടെ കണ്ട, അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ്, വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ സ്ട്രോക്ക് എന്തോരം നീണ്ടു കിടന്നാലും നമുക്ക് ഇഷ്യൂ ഇല്ല. പക്ഷെ ഒരു ഇഷ്യൂ ഉണ്ട്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പ്രിന്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ വ്യൂവിൽ വന്നിട്ട് ഇതെല്ലാം പടങ്ങി പോയതാട്ടോ. ഞാൻ ഇവിടുന്ന് വയർ ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത്രയും ഇതായിട്ട് കിട്ടും കേട്ടോ, ഇത്രയും പേപ്പറിലേക്ക് പോകും, വേസ്റ്റായി പോകും. അപ്പോൾ നിങ്ങൾ കളറിലാണ് ചെയ്യുന്നതെങ്കിൽ ഇഷ്യൂസ് ആണ്, പക്ഷേ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണെങ്കിൽ അധികം ഇഷ്യൂസ് വരില്ല. ഓക്കെ, കൺട്രോൾ സി വി അടിച്ച് കോപ്പി പേസ്റ്റ് ചെയ്തു, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ നീക്കി വെച്ചു. വീണ്ടും സെയിം കൺട്രോൾ സി വി അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ പേര് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു മോഡലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡിഡാസിൻ്റെ ലോഗോസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇന്ന് കാണിച്ചു തന്ന 3 ലോഗോസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു കേട്ടോ അത്. ഓക്കെ, ബിഗിനർ മീൻസ് പ്രോ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നോക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു എപ്പിസോഡിൽ കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, എന്ത് കാര്യങ്ങളാണോ വേണ്ടത് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള വീഡിയോസ് എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.